ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. പിണറായി വിജയന്റെ ഏറ്റവും അടുത്തയാൾ എന്നതായിരുന്നു ഒരു കാലത്ത് ഇ.പി. ജയരാജന്റെ ലേബൽ. എന്നാൽ മട്ടന്നൂരിൽ മത്സരിക്കുന്നതിൽ നിന്നും തടഞ്ഞതോടെ പിണറായി വിജയനുമായി അല്പം അകന്നു നിൽക്കുകയാണ് ഇ.പി. ജയരാജൻ. പിന്നീട് നിരവധി ആരോപണങ്ങളിൽ ഇ.പി. മെയിൻ കഥാപാത്രമായിരുന്നു. ഒടുവിൽ LDF കൺവീനർ പോസ്റ്റിലേക്ക് വന്നപ്പോൾ വീണ്ടും പിണറായി വിജയനുമായി അടുത്തു നിൽക്കുന്ന തരത്തിലേക്ക് ഇ.പി. ജയരാജൻ എത്തി. അപ്പോഴും വിവാദങ്ങൾ ഇ.പിയുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രകാശ് ജാവദേക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായിക്ക് വേണ്ടിയാണ് ഇ.പി. അത്തരം നീക്കം നടത്തുന്നത് എന്ന് പോലും വാർത്തകൾ ഉയർന്നു വന്നതാണ്. ഒടുവിൽ പിണറായി വിജയനും കൈവിട്ടപ്പോൾ ഇ.പി. ജയരാജനെ നഷ്ടമായത് LDF കൺവീനർ പോസ്റ്റാണ്. പിന്നീട് ഇ.പിയുടെ അടുത്ത നീക്കം എങ്ങോട്ട് എന്നതായിരുന്നു ചർച്ചകൾ. BJP-യുമായി കൈകോർക്കുമോ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഇ.പി. ഇതൊന്നും നിഷേധിക്കാൻ തയ്യാറായില്ല. ഈ അവസരത്തിലാണ് PC ജോർജ് ഇ.പി. ജയരാജനെ BJP-യിലേക്ക് സ്വാഗതം ചെയ്തത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇ.പി. ജയരാജനെ BJP-യിലേക്ക് PC ജോർജ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. ധൈര്യമായി പോരും, ഒരു ചുക്കും സംഭവിക്കില്ല എന്നതാണ് PC ജോർജ് ജയരാജനോട് പറയുന്നതും. PC-യുടെ ആ വാക്കുകളിലേക്ക്. അങ്ങനെ ഒരു വളരെ മാന്യനായ വ്യക്തിത്വമാണ്, ഒരു സംശയമുണ്ട്. അങ്ങനെ വളരെ പാവമാണ്, ഒരു മനുഷ്യരോട് അഹങ്കാരമില്ലാതെ ധാർഷ്ട്യമില്ലാതെ പെരുമാറുന്ന ഒരു പച്ച പാവം മനുഷ്യൻ. അങ്ങനെ ഇപ്പൊ CPM-നകത്ത് ഒരു വിഭാഗീയതയല്ലേ. ഇപ്പൊ CPM-നകത്ത് സ്ഥിരമായി ഓരോന്നും അടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുമാതിരി കൊള്ളാവുന്ന മനുഷ്യനൊന്നും CPM-ൽ ഇല്ലെന്നായി. പിണറായി വിജയൻ അല്ലാതെ വേറെ ആരും CPM പാടില്ല. ഒരുമാതിരി കൊള്ളാവുന്നതിനെല്ലാം അടിച്ച് പുറത്താക്കിയപ്പോൾ മുഖ്യമന്ത്രി ശല്യം ഉണ്ടാകില്ല. മരിമനയാണല്ലോ പുള്ളിയുടെ വലിയ പ്രശ്നം. മരിമന പോപ്പുലർ ഫ്രണ്ടുകാരനാണെന്നും തീവ്രവാദിയാണെന്നും മുസ്ലിം തീവ്രവാദിയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അത് നിഷേധിക്കുന്നുമില്ല അയാള്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ സ്ഥാനത്ത് വെക്കാനുള്ള കളിയുടെ ഭാഗമായിട്ടാണ് പിണറായി വിജയനെ പിന്നെ ഇപ്പോ MP ജയരാജ് നമ്മുടെ ജയരാജ് കൊടുത്തത്, ഇ.പി. ജയരാജൻ കൊടുത്തത്. ആ ജയരാജനെ പറ്റി നല്ല അഭിപ്രായമൊക്കെ മോശം പറഞ്ഞു. അങ്ങനെ ആകെ പറയുന്ന ഒരു തെറ്റെന്താന്ന് ചോദിച്ചാൽ, പ്രകാശ് ജാവദേക്കറുമായി സംസാരിച്ചു. അങ്ങനെ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയുടെ ഒരു ഏറ്റവും വലിയ നേതാക്കന്മാർ ഒരാളാണ് ജാവദേക്കർ. ബഹുമാന്റെ ജാവദേക്കറുമായി സംസാരിച്ചിരുന്നത് എത്ര വലിയ മനോഭാവമാണ്. ഏതായാലും ജയരാജന് ഇ.പിക്ക് ഒരു ഭയം വേണ്ട. ഇ.പി. തന്റെ ഇടമായിട്ട് രംഗത്തിറങ്ങി BJP ചേരുന്ന് പറയണം. അങ്ങനെ തന്റെ ഇടം കാണിച്ചാൽ ഞങ്ങളെ ആളായിട്ട് ഞങ്ങൾ ചുമന്നുകൊണ്ടാണ്, ഒരു സംശയം വേണ്ട. ഇ.പി. ഇങ്ങോട്ട് പോരട്ടെ. കേരളത്തിലെ ജനങ്ങളുടെ ഇടയ്ക്ക് ഏറ്റവും കണ്ണൂരാ, പേടിക്കേണ്ട കാര്യമില്ല. ഇ.പി. ജയരാജന് ഏറ്റവും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന BJP-ക്കാണെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ CPM-ന്റെ കോട്ടയാണ്. അവിടെ BJP-ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ PC ജോർജ് BJP-ക്കാര് BJP-യുടെ കോട്ടയം CPM-ന്റെ കോട്ടയം നാട് അവിടെ മനസ്സിൽ വെച്ചാൽ മതി. പണ്ടായിരുന്നു. ഇപ്പം നൂറുകണക്കിന് ആളുകൾ CPM-ന്റെ രാജ്യത്ത് BJP ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരാണ് ഇപ്പം BJP. ഞാൻ ഒരു 2 മാസം മുമ്പ് അവിടെ ഒരു മീറ്റിങ്ങിനൊക്കെ ഒരു 4000-ന് മുകളിൽ ആളാണ് കൂടിയത്. BJP-യുടെ മീറ്റിംഗ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് BJP പോരാൻ തയ്യാറാകട്ടെ. ഞങ്ങൾ യാതൊരു സംശയമില്ലാതെ ജയരാജനെ കൊണ്ടുപോകണം, പേടിക്കൊന്നും വേണ്ട. BJP-യിലേക്ക് വന്നാൽ CPM-ന്റെ ഒരു വലം കൈയാണ് BJP-യിലേക്ക് പോണത്. അതെ, സംശയമുണ്ടോ? ഇപ്പൊ വരണമെന്നേ, BJP ചേർക്കണം എന്നാണ് എന്റെ അഭിപ്രായം. BJP വരട്ടെ. അങ്ങനെ എത്രയും വേഗം ബന്ധപ്പെട്ട BJP നേതാക്കൾ ജാവദേക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രശ്നമൊന്നുമില്ല. വളരെ വേഗം ഓപ്പണായിട്ട് മനസ്സിലായിട്ട് പറഞ്ഞ് BJP വരട്ടെ. എല്ലാവർക്കും ഒപ്പം സ്വീകരിക്കുക എന്നേ എന്റെ അഭിപ്രായം.